മഴയും കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കടലാക്രമണവും വളരെ കുറവായിരുന്നു നമ്മുടെ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ട് കടൽ ഭയങ്കരമായിട്ട് കുഴിപ്പൻ തിരമാലകളാണ് ഭയങ്കരമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീടുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇതിനു മുമ്പ് നമ്മൾ ഈ ഭാഗത്ത് വന്ന് വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു വീട് ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്നിരുന്നൊരു വീടായിരുന്നു. അതായത് ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ ആൾതാമസമുള്ള അവസാനത്തെ വീടാണെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആ വീടും ഇപ്പോൾ അതാ വീണിരിക്കുകയാണ് കേട്ടോ, തകർന്നു വീണു. ഇതിനു മുമ്പ് നമ്മൾ വീഴുമെന്ന് പറഞ്ഞിരുന്നൊരു വീട് അവിടെ ഇപ്പോഴും അത് വീണിട്ടില്ല. കാരണം അത് 1, 2, 3 വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെയല്ല, അത് ഓരോ വർഷം കുറേശ്ശെ തകർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ വീടിൻ്റെ ബാക്ക് സൈഡെല്ലാം തകർന്നു പോയി, ശരിക്കും തകർന്നു. പക്ഷേ വീട് വീണു എന്നല്ല ഞാൻ പറഞ്ഞത്, ആ വീടും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിപ്പോൾ കുറച്ച് വർഷമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇത്ര പെട്ടെന്ന് കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കടൽ ഇതുപോലെ. കാരണം പുലിമുട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്. പുലിമുട്ടിൻ്റെ അടുത്ത പ്രദേശങ്ങൾ കുറേ നാൾ സേഫായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 2 വീടുകൾ കഴിഞ്ഞ വർഷം വീണിരുന്നു. 2 വീടുകൾ കഴിഞ്ഞ വർഷം വീണത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീട്, ഈ ഒരു വീട് ഇത്രയും കാലം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെള്ളം കയറും, കടലേറ്റ സമയത്ത് വെള്ളം കയറും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ അതും ഇന്ന് തകർന്നു വീണു. അതുപോലെ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. റോഡ് ഇതിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അവിടെ വരെ നമുക്ക് റോഡ് കാണാം. റോഡ് ഇതിലേ ഇങ്ങനെ പോയിരുന്ന റോഡാണ്. ആ റോഡ് തകർത്തിട്ട് അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിഭയങ്കരമായിട്ട് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുക. ഈ കുഴിക്കൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എന്താ കുഴി ഇങ്ങനെ കുഴിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ഓരോ തിരമാലയും വന്ന് പോകുമ്പോൾ അതിൻ്റെ കൂടെ ലോഡ് കണക്കിന് മണ്ണ് ഇങ്ങനെ പോവുകയാണ്. അതായത് ഓരോ തിര വന്നിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അങ്ങ് കൊണ്ടുപോവുക. അല്ലാതെ ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഈ മണ്ണിൽ നഷ്ടപ്പെടുന്നില്ല. അവിടെ തന്നെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ആവാണ്, ഇവിടെ ഉയരം കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഇടിച്ചിട്ടങ്ങ് ആ മണ്ണും കൊണ്ട് പോവുകയാണ്. അതാണ് കുഴിപ്പൻ തിരമാല എന്ന് പറയുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ കേട്ടോ, ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെക്കോട്ട് ഗണേശമംഗലം ബീച്ച്, വാടാനപ്പള്ളി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കടലാക്രമണം, കടലേറ്റം, അല്ലെങ്കിൽ ഈ കുഴിപ്പൻ തിരമാലകൾ ഭയങ്കരമായിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ഇവിടെ ഉണ്ടായിരുന്ന 2 വീടുകൾ കഴിഞ്ഞ വർഷം തകർന്നു വീണു. അവസാനത്തെ വീട് ഇവിടെ ആൾതാമസമുള്ള ഉണ്ടായിരുന്ന അവസാനത്തെ വീട്, നമ്മുടെ നാട്ടിൽ ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നിൽക്കുന്ന അവസാനത്തെ വീട്, ആ ഒരു വീടും കൂടെ തകർന്നു വീണു. പുലിമുട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്. പുലിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, പുലിമുട്ട് വന്നു കഴിഞ്ഞാൽ നാടും അതുപോലെ ഇവിടെയൊക്കെ സംരക്ഷിക്കപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പുലിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരഭൂമി സംരക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തായി, പുലിമുട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട് പോലും തകർന്നു പോയി. ഇവിടെ കയറിക്കൊണ്ടിരിക്കുക, കടൽ അതിഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. കണ്ടോ, വീട് തകർന്ന് വീണത്. ആ തെങ്ങ് വീണെടുക്കുന്നുണ്ട്, നല്ല പച്ച തെങ്ങ്. ശരിക്കും അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. റോഡ് നോക്കിയേ, ഇപ്പോൾ ഇവിടെ വരെയാണ് റോഡ് വന്ന് നിൽക്കണത്. ഇങ്ങോട്ടുണ്ടായിരുന്നതൊക്കെ പോയി. ഇവിടെ വരെ ഇപ്പോൾ റോഡുണ്ട്. അവിടെ നിന്ന് അഴിമുഖത്ത് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ അത്. ഇലക്ട്രിക് പോസ്റ്റ് വരെ ഉണ്ട്. ഇവിടേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് വരെ ഇവിടെ ഉണ്ട്. കറണ്ടൊക്കെ മുമ്പ് കട്ട് ചെയ്തു കേട്ടോ.
പുലിമുട്ടിൻ്റെ അവിടേക്ക് പോകാട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ പുലിമുട്ടിൻ്റെ തൊട്ടിപ്പുറമാണ് ഇങ്ങനെ കുഴിച്ച് പോയിട്ടുള്ളത്. നോക്കിയേ, ആ കാണുന്നതാണ് പുലിമുട്ട്. കയറി വരണ കണ്ടാ കണ്ടാ, അവിടെ നിന്നൊക്കെ ഇടിഞ്ഞ് വീണു ആ വീട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണത് വോയിസ് അത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. ഇവിടെ കടൽ ഭിത്തി, ഇവിടെ നിന്ന് അങ്ങോട്ട് കടൽ ഭിത്തി ഉണ്ടായിരുന്നതാ. ഈ പുലിമുട്ട് കണ്ടോ, ഈ പുലിമുട്ട് നമുക്കൊരു അടയാളമായിട്ട് വേണമെങ്കിൽ വെക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പുലിമുട്ടിൻ്റെ സൈഡിൽ കൂടെ കടൽ ഭിത്തി കണ്ടോ, ഈ കടൽ ഭിത്തി ഇപ്പോൾ കുറച്ചുണ്ട്, ഇതിൽ നേരെ പോയിരുന്ന കടൽ ഭിത്തി. അതും കഴിഞ്ഞിട്ട് എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് നോക്കിയാൽ, കടൽ ഭിത്തി കുറച്ചുകൂടെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം കയറി നോക്കിയാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഈ പുലിമുട്ട് നമ്മൾ ചൂണ്ടാൻ വരാറുള്ള പുലിമുട്ടാണ്. മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ടാൻ വരും വീഡിയോയിലൊക്കെ ചെയ്തിരുന്ന പുലിമുട്ടാണ്. ചൂണ്ടക്കാർക്ക് അറിയാം, ഒരുപാട് ചൂണ്ടക്കാർ വരുന്ന ഒരു പുലിമുട്ടാണിത്. അപ്പോൾ ആ ഒരു പുലിമുട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട് അതും പോയി. ആ പുലിമുട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു പുലിമുട്ട്, അതെന്തിനോ വേണ്ടി അവസാനമായിട്ട് വേസ്റ്റ് കല്ലൊക്കെ ഇട്ട പോലെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പുലിമുട്ടാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. അവിടെ ഒരു തോപ്പുംപെട്ടി പോലെ അവിടെ കിടക്കുന്നുണ്ട്.